ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ഫീസിബിലിറ്റി സ്റ്റഡി എങ്ങനെ ചെയ്യാം? പെട്ടെന്ന്, ഘട്ടം ഘട്ടമായി. ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇത് യാഥാർത്ഥ്യത്തിൽ ലാഭകരമായ ബിസിനസ്സാണോ? ഇന്ന് നമുക്ക് അതറിയാനുള്ള ഒരു പെട്ടെന്നുള്ള ഫീസിബിലിറ്റി സ്റ്റഡി എങ്ങനെ ചെയ്യാമെന്ന് ഘട്ടം ഘട്ടമായി നോക്കാം. ആദ്യം, നിങ്ങൾ ബിസിനസ് ആശയം വ്യക്തമായി നിർവചിക്കുക. എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? വ്യക്തമായ ആശയം ഉണ്ടെങ്കിൽ പരീക്ഷിക്കേണ്ട കാര്യങ്ങൾ വ്യക്തമായി കാണാം. അടുത്തത്, മാർക്കറ്റ് ഫീസിബിലിറ്റി നോക്കാനായി നിങ്ങൾ ലക്ഷ്യമിടുന്ന ഉപഭോക്താക്കൾ ആരാണ്? അവർക്കു ഇത് സംബന്ധിച്ച യഥാർത്ഥ ആവശ്യകത ഉണ്ടോ എന്ന് മനസ്സിലാക്കുക. മത്സരാർത്ഥികൾ, വില പ്രവണത, ഉപഭോക്താക്കളുടെ ആവശ്യം എന്നിവ പരിശോധിക്കുക. ബിസിനസ്സിനോ പ്രോജക്റ്റിനോ വിജയിക്കാൻ ആവശ്യമായ പ്രധാന മൂലധന ഘടകങ്ങളായ ധനം, മനുഷ്യർ, സാമഗ്രികൾ, ഉത്പാദനത്തിനാവശ്യമായ വസ്തുക്കൾ, ഉപകരണങ്ങൾ, സൗകര്യങ്ങൾ എന്നിവ നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ? അവ ലഭ്യമാക്കാൻ വേണ്ടുന്ന ചെലവ് എന്നിവ തിട്ടപ്പെടുത്തി നിങ്ങളുടെ ശേഷിക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ശ്രേണിയിലെ ഉപഭോക്താക്കളെ ആവശ്യമായ വസ്തുക്കൾ അല്ലെങ്കിൽ സേവനങ്ങൾ നിങ്ങൾക്ക് ലാഭകരമായും ഉപഭോക്താക്കൾക്ക് തൃപ്തിയായും നിവർത്തി ചെയ്യാൻ സാധിക്കുമോ? അത് പറ്റില്ല എങ്കിൽ നിങ്ങളുടെ വിഭവങ്ങൾ ഉപയോഗിച്ചു ഏതു ശ്രേണിയിലെ ഉപഭോക്താക്കളെ ലാഭകരമായി നിങ്ങൾക്ക് സേവനങ്ങൾ നൽകാൻ പറ്റും എന്ന് മനസ്സിലാക്കി അതിലേക്ക് ബിസിനസ് ലക്ഷ്യത്തെ സ്ഥാപിക്കുക. മാർക്കറ്റ് ചെറുതാണെങ്കിൽ അല്ലെങ്കിൽ അമിത മത്സരമാണെങ്കിൽ നിങ്ങളുടെ പൊസിഷനിംഗ് പരിഗണിച്ച് മാറ്റം കൊണ്ടുവരാം. അടുത്തതായി, ടെക്നിക്കൽ ഫീസിബിലിറ്റി നോക്കാം. ബിസിനസ് നടത്താൻ ആവശ്യമായ സ്ഥലം, ഉപകരണങ്ങൾ, മെറ്റീരിയൽസ്, തൊഴിലാളികൾ എന്നിവ നിങ്ങൾക്ക് ലഭ്യമാണോ? ഇല്ലെങ്കിൽ, അത് ലഭ്യമാക്കാൻ എന്ത് നടപടികളാണ് വേണമെന്ന് വിലയിരുത്തുക. സാമ്പത്തികമായി വിലയിരുത്തുന്നതിന് ബിസിനസ്സിന് ആവശ്യമായ ആരംഭ ചെലവുകൾ, പ്രതിമാസ ചെലവുകൾ, പ്രതീക്ഷിക്കുന്ന വിൽപ്പന എന്നിവ കണക്കാക്കുക. ബ്രേക്ക് ഇവൻ പോയിന്റ് അഥവാ ലാഭം തുടങ്ങുന്ന ഘട്ടം മനസ്സിലാക്കുക. ലാഭം ലഭിക്കാൻ അധിക സമയം എടുക്കുന്നുണ്ടെങ്കിൽ ബിസിനസ് മോഡലിൽ മാറ്റം പരിഗണിക്കുക. ഓപ്പറേഷണൽ ഫീസിബിലിറ്റി അറിയാനായി, ദൈനംദിന പ്രവർത്തനങ്ങൾ ആരാണ് നിയന്ത്രിക്കുക? താങ്കൾക്കും ടീമിനും ആവശ്യമായ സിസ്റ്റം, കഴിവ്, സമയം എന്നിവ ഉണ്ട് എന്ന് ഉറപ്പാക്കുക. നിയമപരമായ ഫീസിബിലിറ്റി ഉണ്ട് എന്ന് ഉറപ്പിക്കാൻ ഓരോ ബിസിനസ്സിനും അനുശാസിക്കുന്ന നടപടിക്രമങ്ങൾ, നിയമങ്ങൾ, ചട്ടങ്ങൾ എന്നിവ പാലിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്ന് മനസ്സിലാക്കി ആവശ്യമായ ലൈസൻസുകൾ, രജിസ്ട്രേഷനുകൾ, അനുമതികൾ എന്നിവ നേടുക. ഓരോ ബിസിനസ്സിനും ചില നിയമ നടപടികൾ ആവശ്യമാണ്, തുടക്കത്തിൽ തന്നെ പാലിക്കുക. ബിസിനസ്സിൽ നേരിടാവുന്ന പ്രധാന റിസ്കുകൾ രേഖപ്പെടുത്തുക. മത്സരാർത്ഥികൾ, വിതരണ പ്രശ്നങ്ങൾ, ഫണ്ടിംഗ് തുടങ്ങിയവ. ഓരോ റിസ്കിനും മുൻകരുതൽ മാർഗങ്ങൾ ആസൂത്രണം ചെയ്യുക. എല്ലാ വിവരങ്ങളും ഒരുമിച്ച് ചേർത്ത് ഒരു ചെറു റിപ്പോർട്ട് തയ്യാറാക്കുക. പിന്നെ തീരുമാനിക്കുക, തുടരണോ, ആശയം മാറ്റണോ, അതുമല്ലെങ്കിൽ ഉപേക്ഷിക്കണോ എന്ന്. ഇതാണ് നിങ്ങളുടെ പെട്ടെന്നുള്ള ഫീസിബിലിറ്റി സ്റ്റഡി. ലാഭനഷ്ടങ്ങൾ മുൻകൂട്ടി കണ്ടുപിടിക്കാനും ആത്മവിശ്വാസത്തോടെ തുടങ്ങാനും സഹായിക്കുന്ന ഒരു ലളിതമായ മാർഗം. നിങ്ങളുടെ അടുത്ത ബിസിനസ് ആശയം വിലയിരുത്താൻ ഈ ഒരു മാർഗം അവലംബിച്ചു നോക്കൂ.